ഹായ് ഹലോ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ച് ലിപ്സ്റ്റിക്കിന്റെ റിവ്യൂ പറയാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ആക്ച്വലി പർച്ചേസ് ചെയ്തിട്ട് ഇപ്പോൾ 1 month എബോ ആയിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു വൈ നോട്ട്, എന്തുകൊണ്ടൊരു വീഡിയോ ചെയ്തുകൂടാന്ന്. ആക്ച്വലി നോർമലി ഞാൻ ലിപ്സ്റ്റിക് ഒക്കെ വാങ്ങുമ്പോൾ പെട്ടെന്ന് തന്നെ വീഡിയോസ് പോസ്റ്റ് ചെയ്യാറുണ്ട്. ലിപ്സ്റ്റിക്കിന്റെ ഷെയ്ഡ് സ്വാച്ച് ചെയ്യുന്നതാണെങ്കിലും ഒക്കെ ഞാൻ പെട്ടെന്ന് പോസ്റ്റ് ചെയ്യാറുണ്ട്. ഇത് ഞാൻ പോസ്റ്റ് ചെയ്യാത്തത് മനഃപൂർവ്വമല്ല, എനിക്ക് വീഡിയോ എടുക്കാനൊക്കെ കുറച്ച് മടിയായിരുന്നു. അപ്പം ഞാൻ അതുകൊണ്ടാണ് ഇത്രയും ഡിലേ ആയിപ്പോയത്. ഞാൻ യൂസ് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് ഓക്കെ ആയതുകൊണ്ടാണ് ഞാനിപ്പോൾ വന്ന് റിവ്യൂ ഇടുന്നത്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞാൻ പറയാൻ പോകുന്ന ലിപ്സ്റ്റിക് ഇപ്പോൾ ഫേമസ് ആയ ഇൻസൈറ്റിന്റെ ഒരു ലിപ് ഗ്ലോസ് ആണ്. അതിൻ്റെ ഒരു 3 ഷെയ്ഡ് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് മന്ത്. ഇതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ വീഡിയോയിൽ സ്വാച്ച് ചെയ്ത് കാണിക്കുന്നില്ല, ജസ്റ്റ് കയ്യിൽ ഞാൻ സ്വാച്ച് ചെയ്ത് കാണിക്കും. ഇതാണ് ആ 3 ഷെയ്ഡ്. അതിൽ ഫസ്റ്റ് ഷെയ്ഡ് വന്നിട്ട് ഇൻസൈറ്റിന്റെ മ്യൂട്ടഡ് മേപ്പിൾ എന്ന് പറഞ്ഞിട്ടൊരു ഷെയ്ഡാണ്. രണ്ടാമത്തെ ഷെയ്ഡ് കൊക്കോ ഡിലൈറ്റ് 2 ആണ് ഷെയ്ഡ് നമ്പർ. തേർഡ് ഷെയ്ഡ് വന്നിട്ട് എർത്തി റോസ് എന്ന് പറഞ്ഞിട്ട് ന്യൂഡ് ഷെയ്ഡാണ്. 14 ആണ് ഷെയ്ഡ് നമ്പർ. ഇത് രണ്ടുമാണ് കുറച്ച് ന്യൂഡ് ഷെയ്ഡ്സ്. അതായത് എർത്തി റോസും മ്യൂട്ടഡ് മേപ്പിളും ആണ് കുറച്ച് ന്യൂഡ് ഷെയ്ഡ്സ് ആണ്. ഇത് കുറച്ചും കൂടി ഒരു ഡാർക്ക് ഷെയ്ഡാണ്. പിന്നെ ഇതിന്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. ലിപ്പിൽ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഒരു നമുക്ക് വലിയ ഹെവി ആയിട്ടൊന്നും ഫീൽ ചെയ്യത്തില്ല. പിന്നെ ആക്ച്വലി ഇതൊരു ലിപ് ഗ്ലോസ് ആണെങ്കിൽ നല്ല സ്റ്റെയിൻ ഉണ്ട്. പിന്നെ ഫുഡൊക്കെ കഴിച്ചു കഴിയുമ്പോൾ എനിക്ക് കുറച്ച് പോകുന്ന പോലെ ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം നോർമലി ഞാൻ ഇതിന്റെ റിവ്യൂസ് ഒക്കെ കണ്ടത് ഇത് സെറ്റ് ആയി കഴിഞ്ഞാൽ പോകില്ല. ഇത് സെറ്റ് ഒരു 10 ഇട്ട് കഴിഞ്ഞ ഒരു 10-15 മിനിറ്റ് സെറ്റ് ആക്കാൻ വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് ഇരിക്കും എന്നാണ് നോർമലി ഞാൻ വീഡിയോസിലൊക്കെ. പക്ഷെ എനിക്ക് പേഴ്സണലി അങ്ങനെ ഇരിക്കുന്നില്ല. കളർ വൈസ് ഇതിൽ ഒരുപാട് നല്ല കളേഴ്സ് ഉണ്ട്. എൻ്റെ സ്കിൻ ടോൺ ഒരു വാം സ്കിൻ ടോൺ ആണ്. സോ എനിക്ക് ഈ എർത്തി റോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡ് ഞാൻ കുറച്ചുകൂടെ എക്സ്പെക്ട് ചെയ്ത് വാങ്ങിയതാണ്. പക്ഷെ എൻ്റെ എർത്തി റോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡ് എനിക്ക് കുറച്ച് വാഷ് ഔട്ട് ആവുന്നുണ്ട്. ഒരു ഓറഞ്ച്, ഒരു ബ്രിക്ക് ഷെയ്ഡാണ് ഇത് വന്നിട്ട്. അപ്പൊ എനിക്ക് കുറച്ച് വാഷ് ഔട്ട് ആവുന്നുണ്ട്. പിന്നെ ഈ ന്യൂട്ടഡ് മേപ്പിൾ എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡ് ആക്ച്വലി നല്ല ഷെയ്ഡാണ്. ഒരു ലിപ് ലൈനർ ഒക്കെ യൂസ് ചെയ്തിട്ട് ഈ ഒരു ഷെയ്ഡ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയാണ്. ഇപ്പൊ ഞാൻ ഇട്ടിരിക്കുന്ന ഈ ഒരു ഷെയ്ഡാണ്. പക്ഷെ നിങ്ങൾക്ക് കണ്ടാൽ പറയത്തില്ല, ഞാൻ ലിപ് ലൈനർ യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു ഷെയ്ഡ് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഷെയ്ഡ് ഇത് കുറച്ച് ഒരു പിങ്ക് ആണ്, പിങ്ക് കളർ ഷെയ്ഡാണ്. കുറച്ചുകൂടെ ഫെയർ ആയിട്ടുള്ള സ്കിൻ ടോൺ ഒക്കെ ഉള്ളത് ഇട്ട് കഴിഞ്ഞാൽ ലിപ് ലൈനർ വേണ്ട, വാഷ് ഔട്ട് ആവില്ല, നല്ല ഭംഗിയായിരിക്കും ഇത് ഇട്ട് കഴിഞ്ഞാൽ. എനിക്ക് കുറച്ച് വാഷ് ഔട്ട് ആവുന്നുണ്ട്. ഒരു കൊക്കോ ഡിലൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ്. ആക്ച്വലി ഈ ബോട്ടിൽ കാണുന്ന ഷെയ്ഡ് ഏറെക്കുറെ നമുക്ക് ലിപ്പിൽ അപ്ലൈ ചെയ്യുമ്പോൾ വരും. അപ്പൊ ഞാൻ ജസ്റ്റ് കയ്യിലൊന്ന് ഇത് 3 സ്വാച്ച് ചെയ്ത് കാണിച്ചു തരാം. വാം സ്കിൻ ടോൺ ഒക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് വാങ്ങാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ ഇത് നോക്കിയിട്ട് നിങ്ങൾക്ക് വാങ്ങിയാൽ മതി. ഇതാണ് കൊക്കോ ഡിലൈറ്റ് എന്ന് പറഞ്ഞത്. കുറച്ചൊരു ഡാർക്ക് ഷെയ്ഡാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ ഇതാണ് ഞാൻ എൻ്റെ കയ്യിൽ സ്വാച്ച് ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് ഷെയ്ഡ് എർത്തി റോസ് 14 ആണ് ഷെയ്ഡ് നമ്പർ. ഇതാണ് രണ്ടാമത്തെ ഷെയ്ഡ്. ഞാൻ വന്ന ഒരു ബ്രിക്കിന്റെ കളറാണിത്. ലിപ്പിൽ അപ്ലൈ ഇപ്പൊ നിങ്ങൾക്ക് കാണാമല്ലോ. ഇത് ഫസ്റ്റ് ഷെയ്ഡാണ് ഞാൻ സ്വാച്ച് ചെയ്തത്, കൊക്കോ ഡിലൈറ്റ്. ഇത് സെക്കൻഡ് ഷെയ്ഡ് എർത്തി റോസ് ആണ്. ഇത് കുറച്ച് ന്യൂഡാണ്. ഇപ്പൊ കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് ഓറഞ്ച് ഷെയ്ഡ് പോലെ തോന്നുമെങ്കിൽ ലിപ്പിൽ അപ്ലൈ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ന്യൂഡാണ്. മൂന്നാമത്തെ ഷെയ്ഡാണ് മ്യൂട്ടഡ് മേപ്പിൾ. കുറച്ച് ന്യൂഡാണ്, പക്ഷെ അത്ര ഇതല്ല. ഇതാണ് ഷെയ്ഡ്. ഇത് മൂന്നുമാണ്. ഇതാണ് ഞാൻ ഇപ്പൊ സ്വാച്ച് ചെയ്തത്. ഇതും ഈ 2 ഷെയ്ഡാണ് ഞാൻ ഇപ്പൊ കറന്റ്ലി യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ലാസ്റ്റ് വന്ന ഈ ന്യൂട്ടഡ് മേപ്പിൾ എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡ് ഞാൻ ഇപ്പൊ യൂസ് ചെയ്തിരിക്കുന്ന ആ ഒരു ഷെയ്ഡാണ്. ലിപ് ലൈനർ വെച്ചിട്ട് ഞാൻ ഇട്ടിരിക്കുന്നത്. ലിപ് ലൈനർ ഇട്ടിട്ട് ഉള്ളതുകൊണ്ടാണ് എനിക്ക് അത്ര വാഷ് ഔട്ട് ആവാത്തത്. നോർമലി ചിലപ്പോൾ ഇടുമ്പോൾ വാഷ് ഔട്ട് ആവാൻ ചാൻസ് ഉണ്ട്. ഞാൻ ഇടുമ്പോൾ എനിക്ക് വാഷ് ഔട്ട് ആവുന്നുണ്ട്. ഒരു മീഡിയം സ്കിൻ ടോൺ ആണ് ഞാൻ. സോ ഇത് മൂന്നുമാണ് കളർ ഷെയ്ഡ്. ആർക്കെങ്കിലും വേണമെങ്കിൽ ഇത് പർച്ചേസ് ചെയ്തോളൂ. കാരണം ഒരു 200 റേഞ്ചിനുള്ളിലാണ് ഇതിനൊക്കെ പ്രൈസ് വരുന്നത്. സോ ഇതൊരിക്കലും നിങ്ങൾ വാങ്ങിയാൽ നഷ്ടമാവില്ല. സോ അപ്പം ഞാൻ വീഡിയോ ഒരുപാട് ലോങ് ആക്കുന്നില്ല. വേണ്ടത് പർച്ചേസ് ചെയ്ത് നോക്കി. എന്തായാലും ഒരു 200-നുള്ളിലേ ഉള്ളൂ. ട്രൈ ചെയ്യാൻ പറ്റിയ പ്രൈസ് ആണ്. അപ്പൊ എൻ്റെ സ്കിൻ ടോൺ ഒക്കെ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഈ കൊക്കോ ഡിലൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡ് മസ്റ്റ് ട്രൈ ആണ്. നല്ല ഷെയ്ഡാണത്. അപ്പൊ ഇത്രേ ഉള്ളൂ. വീഡിയോ ഞാൻ ലോങ് ആക്കുന്നില്ല. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നത്.